ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഡെലിലോ ഫോർ ഷൂട്ട് 77 ടാറോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? നല്ല മഴയാണ് വെളിയിൽ കേട്ടോ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ഹൈ പ്രീസ്റ്റസ്, നൈറ്റ് ഓഫ് പെന്റാക്കിൾ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. Queen of Cups, Ace of Wands, give me one card. Okay, Death. Queen of Pentacles, Nine of Wands, the Sun, Two of Wands, Nine of Swords, bottom of the deck, Knight of Cups in energies ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി, എർത്ത് സൈൻ ആക്റ്റീവ് ആണ്, വാട്ടർ സൈൻ ആക്റ്റീവ് ആണ്, ക്യാൻസർ, സ്കോർപിയോ, പൈസിസ് എനർജീസ്, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ എനർജി, ദെൻ ജെമിനി, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ എനർജി. ലിറ്റിൽ ബിറ്റ് എയർ സൈൻ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു ടൈമിൽ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ നിങ്ങൾ ബ്രേക്കപ്പ് ആണ്, സെപ്പറേഷൻ ആണ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വിതൗട്ട് എനി സെപ്പറേഷൻ എന്നുള്ള ഒരു എനർജിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടാവും. ഞാൻ ആ ഒരു രീതിക്കാണ് ഈ ഒരു റീഡിംഗ് ചെയ്യുന്നുള്ളത്, സിറ്റുവേഷൻസ് പറയുന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ സ്പിരിച്വൽ ലെവലിലേക്ക് ഗ്രോ ആയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട്. കാരണം നിങ്ങൾക്ക് ഇന്നർ വർക്ക്സ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ ഗൈഡ് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ വളരെയധികം കറക്റ്റ് ആയിട്ട് വരാറുണ്ട് ഈയിടെയായിട്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പക്കായാണ്. ഒരു വ്യക്തി നോക്കുമ്പോഴേക്കും ആ ഒരു വ്യക്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിറ്റുവേഷൻസ് ഇങ്ങനെയാണെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം നിങ്ങളുടെ തേർഡ് ഐ ചക്ര വളരെയധികം ആക്റ്റീവ് ആണ്. നിങ്ങൾ സ്പിരിച്വൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ സാഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഡ് ആണ്, ബട്ട് സ്പിരിച്വലും ആണ്. സാഡ്നെസ് എന്നുള്ള ഒരു എനർജിയിൽ പോലും സ്പിരിച്വൽ ആണ്. നിങ്ങൾക്ക് ഡൗൺ ആണ്, പക്ഷെ എന്നാലും നിങ്ങൾ പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ കൃഷ്ണ ഭഗവാനെ പ്രെയർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രെയർ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്കൊരു ഡിവൈൻ പവറിൽ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ട്രസ്റ്റ് ഉണ്ട്. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ സിറ്റുവേഷൻ ചേഞ്ച് ആകും എന്നുള്ളൊരു ഹോപ്പും ഒരു ട്രസ്റ്റും നിങ്ങൾക്ക് ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡൗൺ ആണെങ്കിലും കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു. നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. പ്ലസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലും ഈ ഒരു സ്പിരിച്വാലിറ്റിക്കും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടും കുറച്ച് സമയം കണ്ടെത്തുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ വേണം എന്നുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് മുന്നോട്ടേക്കും പോകുന്നില്ല, പുറകോട്ടേക്കും പോകുന്നില്ല. ആ ഒരു എനർജിയിലാണ് ഈ ഒരു കണക്ഷൻ നിൽക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഭാവിയും കാണുന്നില്ല. എല്ലാം ചെയ്തു, ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമാണ് ചെയ്യാനുള്ളത്. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഭാവി കാണുന്നില്ല. ആ ഒരു ഭാവിയുടെ ആ ഒരു മുന്നോട്ടേക്ക് ഈ റിലേഷനുള്ള ഒരു ഹോപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രെയർ ചെയ്യുന്നുള്ളത്.
ഓക്കെ, നിങ്ങളുടെ മാരീഡ് ലൈഫിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടാവും. നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് എല്ലാം കൂടി എടുത്ത് പറഞ്ഞാൽ വീഡിയോ ലോങ് ആയതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. ജെൻഡർലെസ് റീഡിംഗ്സ് ആണ്, വെർ എനർജീസ് മാത്രമാണ്, മെയിലെന്നോ ഫീമെയിലെന്നോ ഒന്നുമില്ല. അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഈ ഒരു എനർജിയിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഫാമിലിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു പോയിന്റ് ആയിരുന്നു പറഞ്ഞു വന്നത്. അറ്റ് ദ സെയിം ടൈം തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ലിറ്ററലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് എന്നാൽ പോലും ആ ഒരു കപ്സിൽ നോക്കി നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ്സിൽ നോക്കി ജസ്റ്റ് നിൽക്കുന്ന ഒരു എനർജി അല്ലാതെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്താ പറയാ, മുന്നോട്ടേക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് ഗൈഡൻസ് വരുന്നുണ്ടാവാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ള ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ ട്രാൻസ്ഫോർമേഷന്റെ എനർജി നമ്മൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം, ഫെദേഴ്സ് കാണുന്നുണ്ടാവാം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. യെസ്, ഈ റിലേഷൻ ചേഞ്ച് ആയി വരുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഈ ഒരു ടൈമിൽ എന്ത് പറഞ്ഞാലും അത് കറക്റ്റ് ആണ്. അത് തെറ്റായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, ചീത്തയായിക്കോട്ടെ, നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എന്താണോ കഴിയുന്നത് അത് പക്കാ കറക്റ്റ് ആണ്. നിങ്ങൾ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നുള്ള ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഫൈനലായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ എനർജി അല്ലെങ്കിൽ ഒരു ഔട്ട്കം എന്നുള്ള ഒരു രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്താ എൻഡിങ്സ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങൾക്ക് കാണുന്നുള്ളത്. പക്ഷേങ്കിൽ ഇവിടെ ഒരു എന്താ ഒരു പുതിയ തുടക്കമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് അധികം വൈകാതെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി കാണാൻ പറ്റും. ഒരു പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ പേഴ്സണായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ നിങ്ങൾക്കുള്ള ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ വളരെയധികം ഡൗൺ ആയിട്ടും നിങ്ങൾക്ക് ഈ റിലേഷൻ ഒത്തിരിയധികം ട്രോമാസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിപ്പോ എത്രയൊക്കെ ബന്ധങ്ങൾ വന്നും പോയി നിന്നെന്ന് പറഞ്ഞാലും, നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിൽ പോയെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ മാരീഡ് ലൈഫിലാണെങ്കിൽ പോലും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ആഴത്തിൽ തന്നിട്ടുള്ള ആ ഒരു മുറിവിന്റെ അത്രയും ഒന്നും ഇല്ല. കാരണം അത്രയ്ക്കും ആഴത്തിൽ നമ്മൾ പറയില്ല, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ഒരു കാർഡ്സിനെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇത്ര നേരവും കറന്റ് സിറ്റുവേഷൻസ് പറഞ്ഞു, ഈ കറന്റ് ഫീലിംഗ്സ് എന്താണെന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് ആൻഡ് വൈ ഹിയർ ഈസ് ദ ഹൈ പ്രീസ്റ്റസ്. ദി ഡ്രീം ആൻഡ് ദ ക്രിയേറ്റിവിറ്റി. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് കപ്സിന്റെ കാർഡാണ്. ക്രിയേറ്റിവിറ്റിയുടെ കാർഡ് എംപ്രസ് കാർഡിനെയാണ് കാണിക്കുന്നുള്ളത്. അപ്പം ഈ ഒരു ടൈമിൽ ശരിയാണ്, നോ മാറ്റർ നിങ്ങൾ വളരെയധികം ഹാർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലായിരിക്കാം. നിങ്ങൾ വളരെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടാവാം. ബട്ട് എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ ആ ഒരു എംപ്രസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് നിൽക്കുന്നുണ്ടാവും, മറ്റുള്ളവരുടെ മുന്നിലെങ്കിലും. അല്ലെങ്കിൽ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നിങ്ങൾ ഡൗൺ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ഫീൽഡിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബാക്കിയുള്ള ഫീൽഡിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കൂടുതലായിട്ടും. ഡൗൺ ആണ്, പക്ഷെ പേഴ്സണലി നമ്മൾ പറയത്തില്ലേ ഡൗൺ ആണ്, പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഉഷാറായിട്ടാണ് നിൽക്കുന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ നല്ല സ്മാർട്ടായിട്ടും ഇന്റലിജന്റ് ആയിട്ടും ബ്രേവ് ആയിട്ടും ഒക്കെയാണ് നിൽക്കുന്നത്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ചിലരിലേക്ക് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ ഈ ഒരു എംപ്രസ് എന്നുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾ എന്താ നേരത്തെ ഈ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവരുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആ ഒരു എംപ്രസ് എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ആ ഒരു എനർജി മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും എംപ്രസ് എന്നുള്ള ഒരു എനർജി വരുമ്പോൾ എന്താണ്, എംപ്രസ് വളരെ ഹൈ എനർജിയാണ്, ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പം ഈ ഒരു എംപ്രസ് എപ്പോഴും എംപ്രസിന്റെ അടുത്തേക്കാണ് എല്ലാവരും വരുന്നത്. എംപ്രസ് ആരുടെ അടുത്തേക്ക് പോവാറില്ല അറ്റൻഷന് വേണ്ടിയിട്ട്, ബെഗ് ചെയ്യാറില്ല. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ ഒരു എനർജി അവിടെ ഈ ഒരു വ്യക്തിക്ക് ട്രിഗർ ചെയ്യാതിരിക്കുന്നത്, നിങ്ങളുടെ എനർജീസ് അവിടെ ഈ ഒരു വ്യക്തിക്ക് കിട്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി അധികം.
ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്താ പറയാ, ഒരു സാഡ്നെസിന്റെ ഒരു എനർജീസ് ആണ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ് എന്റെ അടുത്ത് എന്നുള്ളൊരു തോട്ട്സ് ആണ് ഈ ഒരു വ്യക്തിക്ക് വരുന്നുള്ളത്. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരു ഇൻകംപ്ലീഷന്റെ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. നേരത്തെ ഇങ്ങനെ ആവില്ല, നേരത്തെ ഈ ഒരു എനർജിയിലായിരിക്കില്ല നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്, പക്ഷെ ഈ ഒരു ടൈമിൽ ഇവർ ഈ ഒരു എനർജിയിലാണ്. ക്ലിയർ മെസ്സേജ് ആണ്, കാരണം നിങ്ങളൊരു സ്ട്രോങ് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു ഹെൽത്തി ബൗണ്ടറീസിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ഈ ഒരു ഹെൽത്തി ബൗണ്ടറീസ് അറിഞ്ഞോ അറിയാതെ ഒരു വ്യക്തിയെ ട്രിഗർ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹെൽത്തി ആയിട്ടുള്ള പീപ്പിൾസ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഓ ഗോഡ് സോറി ഗായ്സ്, ബിക്കോസ് മൈക്ക് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ട്യൂഷനോട് പറഞ്ഞു മൈക്ക് ഓഫ് ആകുന്നു. പക്ഷെ ചുമ്മാ ഒരു ഡൗട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോ കുറച്ച് നേരമായിട്ട് മൈക്ക് ഓഫ് ആണ്. ഇനി ഇത് ഡബ് ചെയ്ത വോയിസ് കേൾക്കണം. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ 6 ഓഫ് കപ്സിന്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്നായിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തി ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭാവത്തിൽ. സംതിങ് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒത്തിരിയധികം മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ അവര് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫീലിങ്സ് എക്സാക്ട് എന്താണോ നിങ്ങളോട്, ആ ഒരു ഫീലിങ്സിനെ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വൈ ഹിയർ ഈസ് നൈറ്റ് ഓഫ് പെന്റാക്കിൾ ഡിവൈൻ. ഓക്കെ, വൈ ഹിയർ ഈസ് ഏസ് ഓഫ് വാൻഡ്സ്. ലോങ് വീഡിയോ, അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു വിടുകയാണ്. ഓക്കെ ഫൈൻ. Why here is King of Cups? Why here is Death? Totality, consciousness. Why here is Eight of Wands divine? Why here is Ace of Wands? Okay, breakthrough. Why here is Queen of Pentacles? Healing. Why here is the Sun? Letting go. Why here is Two of Pentacles? Two of the Guidance. And playfulness, bottom of the deck, the celebration. Okay, fine. സെലിബ്രേഷന്റെ കാർഡ് എന്താ പറയുന്നതോ, 3 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് ഈ സെലിബ്രേഷൻ കാർഡ് കേട്ടോ. അപ്പം എനിക്കിവിടെ ഫസ്റ്റിലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഓഫ് പെന്റാക്കിൾസ് വിത്ത് പോസ്റ്റ്പോൺമെന്റിന്റെ എനർജീസ് ആണ്. പോസ്റ്റ്പോൺമെന്റിന്റെ എനർജി എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ രണ്ടുപേരെ ഇടയ്ക്ക് എന്തെങ്കിലും പാസ്റ്റ് പ്രോബ്ലംസ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇഷ്യൂസും കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിപ്പോ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലംസ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫോർഗീവ് ചെയ്യണം. നമുക്ക് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ് എങ്കിൽ. അതർവൈസ് നോട്ട്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ വാശിയാണ്, നിങ്ങളുടെ ഈഗോ ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എങ്കിൽ, അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് വേണം, നിങ്ങൾ ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന മുന്നോട്ടേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവില്ല. അപ്പം ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ഈ ഒരു കണക്ഷൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പോസ്റ്റ്പോൺമെന്റിന്റെ എനർജിയാണ്. കാരണം ഒരു പാസ്റ്റിൽ എത്രമാത്രം നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്കൊരു ഹോപ്പ് കാണാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു മനസ്സുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് ആ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ തോന്നുന്നുണ്ടാവില്ല. അപ്പം ഈ ഒരു എനർജീസ് ആണ് എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇവര് പക്ഷെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഇവരുടെ ഡിസയർ എന്താണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. പക്ഷെ ഇവർ ആ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജി, അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയല്ല ഈ ഒരു ടൈമിൽ നിൽക്കുന്നുള്ളത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറച്ച് പേരുടെ പേഴ്സണൊക്കെ ഇവിടെ ലെറ്റിംഗ് ഗോ എനർജീസിലാണ് നിൽക്കുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റിംഗ് ഗോ മീൻസ് എന്താണ്, അതിൽ മൂവ് ഓൺ ചെയ്ത് പോയി എന്നുള്ള ഒരു എനർജി അല്ല. അപ്പം ഈ ഒരു ടൈമിൽ ആൾക്ക് ഹീൽ ആവണം. ഹീലിംഗിന്റെ ഒരു ഫേസിലാണ് ആളിവിടെ നിൽക്കുന്നത്. അപ്പം ആദ്യം ഒന്ന് ഹീൽ ആവാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ള എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ നിങ്ങളുടെ ഇടയിലുള്ളത്, ആ ഒരു സിറ്റുവേഷൻസ് ഒന്ന് ഹീൽ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഹീലിംഗ് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ലെറ്റിംഗ് ഗോ ആണ്. അത് ആ ഒരു സിറ്റുവേഷൻസിനെ ആ ഒരു രീതിക്ക് വിടുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്കൊന്ന് പ്രസന്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഹീലിംഗ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു എനർജി ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾക്കൊരു പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരുവാണെങ്കിൽ നമ്മൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും അതിൽ നിന്ന് ജസ്റ്റ് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു എനർജീസ് ആണ് ഇവിടെ കോൺഷ്യസ്നെസിന്റെ എനർജിയിൽ വന്നിട്ടുള്ളതും ഹീലിംഗ് ഫേസും വന്നിട്ടുള്ളത്. ഓൾറെഡി ലെറ്റിംഗ് ഗോ ഹീലിംഗിനെയാണ് കാണിക്കുന്നുള്ളത്. ബട്ട് ഇവിടെ ഈ ഹീലിംഗിന്റെ ഈ ഒരു എനർജീസ് ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഒരു എനർജീസ് ആണ് ഇവിടെ പറയുന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ കോൺഷ്യസ്നെസ് എനർജിയിൽ നിങ്ങളാ വന്നിട്ടുള്ളത്. നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കാം. ഓൾറെഡി ഒരു കണക്ഷൻ ടോക്സിക് ആയിട്ടായിരിക്കാം നിന്നിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഇതിൽ നിൽക്കണോ അതോ മൂവ് ഓൺ ചെയ്യണോ. പക്ഷെ ആദ്യം നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾക്കും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഇമോഷണൽ അല്ല എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടാരോട്ട് കാർഡ് റീഡേഴ്സിന്റെ ഗൈഡൻസ് നിങ്ങൾ പേഴ്സണലി ഗൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഗുരുസ് ഉണ്ടായിരിക്കാം. അതൊക്കെ കണ്ട് നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം സെൽഫ് ലവ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഓൾറെഡി കിട്ടി. നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റി ആണോ എക്സാക്ട് വേണ്ടത് ആ ഒരു ക്ലാരിറ്റിയിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റിയുടെ ആൻസർ ആണ് നിങ്ങളുടെ സെൽഫ് ലവ്. ലൈഫിൽ എന്താ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാപ്പിനെസിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള ഒരു റിയലൈസേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം നമ്മളെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്നു ഹാപ്പി ആക്കി വെക്കും എന്നുള്ളൊരു തോട്ട്സ് ഒരു മണ്ടത്തരമാണെന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു എനിക്കൊന്നൊരു മൊമെന്റ് ടു മൊമെന്റിന്റെ എനർജി, അല്ലെങ്കിൽ നിങ്ങളൊരു ഗോയിങ് വിത്ത് ഫ്ലോഡ് എനർജീസിലാണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഹാപ്പിയാണ്. അതിൽ എഫോർട്ട് എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഹീൽ ആവുന്നുണ്ട്. ഒരു ഹീലിംഗ് നിങ്ങളുടെ ഉള്ളിലേക്ക് അറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് കാർഡ് ടൊട്ടാലിറ്റിയുടെ കാർഡും ഡെത്തിന്റെ കാർഡുമാണ്. ഈ ടൊട്ടാലിറ്റിയുടെ എനർജീസും ഡെത്തിന്റെ കാർഡും ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നുള്ളത്. ഇതുവരെ ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ എനർജീസ് നിങ്ങൾക്ക് വരാൻ പോവാണ്. ജസ്റ്റ് നമ്മൾ പറയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടവർ മൂവ്മെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാഴ്ചയിൽ നമ്മൾ ടവർ മൂവ്മെന്റ് കാണുമ്പോൾ പെട്ടെന്ന് ആ ടവർ മൂവ്മെന്റ് കഴിഞ്ഞു പോകുന്നു. പക്ഷെ ഇൻ റിയൽ ലൈഫിൽ ടവർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയങ്ങളായിരിക്കാം, കുറച്ച് ടൈം ആയിരിക്കും ആ ഒരു ടവർ മൂവ്മെന്റ്. കാരണം ഒരു വ്യക്തിക്ക് റിയലൈസേഷൻ ഉണ്ടാവുന്നത് പെട്ടെന്നൊന്നും അല്ല. ഒരു പ്രഭാതത്തിൽ ഒരു വ്യക്തിക്ക് റിയലൈസേഷൻ ഉണ്ടാവുകയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ലെസൺസ് ലേൺ ചെയ്യണം. അവരുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ അവർ ലേൺ ചെയ്യണം. ഓരോ ലെസൺസും ലേൺ ചെയ്തതിനു ശേഷമായിരിക്കും റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ത്രോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു ബ്രേക്ക് ത്രോയിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ട്രോമാസ് എനർജീസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ വാല്യൂ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഒരു വാല്യൂ മനസ്സിലാക്കിയതിനു ശേഷം വേണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ആവാൻ. അങ്ങനെ ഇവര് വളരെയധികം ആ ഒരു ബ്രേക്ക് ത്രോ അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇവരെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി അയക്കുന്നുണ്ടാവുക. കാരണം നിങ്ങളെ ഇനി ഹേർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ലെസൺസ് നിങ്ങൾ ഓൾറെഡി ലേൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ സ്പിരിച്വൽ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ലെസൺസ് ലേൺ ചെയ്യാനായിട്ടില്ല. എന്നല്ല, ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറെ ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി ഇനിയൊരു നെക്സ്റ്റ് ഒരു ഗ്രോത്ത് എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ട്രിഗർ വരുമ്പോഴാണ് നെക്സ്റ്റ് ലെസൺ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പം ഈ ഒരു വ്യക്തിയുടെ ഒരു ലെസൺ ടൈമാണ് അല്ലെങ്കിൽ ഒരു കാർമിക് ടൈമാണ്, ഒരു കാർമ ഫേസ് ആണ് ഇപ്പൊ ഈ ഒരു ടൈമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടേതായിട്ടുള്ള ഒരു മോശ സമയമല്ല, നിങ്ങളുടെ നല്ല സമയം ആ ഒരു വ്യക്തിയുടെ ഒരു മോശ സമയമാണ്. ഓക്കെ, സോ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് യെസ് മാം ഈ വ്യക്തി തിരിച്ചു വരുമല്ലോ, സ്റ്റേബിൾ ആയിട്ടാണോ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജനറൽ റീഡിങ്സ് ആണ്. അപ്പം എല്ലാവർക്കും നമുക്കൊരു ആൻസർ പറയാൻ ഒക്കെയല്ല സ്റ്റേബിൾ ആയിട്ട് വരും എന്നുള്ളത്. പക്ഷെ ഇവർ വരുന്നുണ്ടെങ്കിൽ അത് ഇവരുടേതായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കാം. ഹേർട്ട് ഡിസയർ അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ്, ട്രൂ ഫീലിങ്സ് അല്ലെ ട്രൂ നോഷൻസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം, നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കിയുള്ള ഒരു വരവായിരിക്കാം ഈ ഒരു വ്യക്തി വരുന്നുണ്ടാവുക. ഓക്കെ,
സണ്ണിന്റെ കാർഡ് എന്താണ് പറയുന്നത്, ഹാപ്പിനെസിനെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ എപ്പം ഈ ഒരു കണക്ഷനിൽ ലെറ്റ് ഗോ ചെയ്ത് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നോ, നിങ്ങളുടെ ആ ഒരു കോൺഷ്യസ്നെസിന്റെ എനർജിയിൽ വരുന്നോ, ആ ഒരു ടൈം നിങ്ങൾ പൂർണ്ണമായിട്ട് ഹീൽ ആകുമ്പോഴായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ ഹീലിംഗ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളെ എന്തിനാ നമ്മൾ ഹീൽ ചെയ്യുന്നത്, നമ്മളെ ഹീൽ ചെയ്യണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വരാൻ വേണ്ടിയിട്ട്. നമ്മളെ ഹീൽ ചെയ്യണം. നമ്മൾ ഹീൽ ആവാതെ നമ്മൾ മുറിപ്പെട്ടിരിക്കുന്ന ആ ഒരു എനർജിയിൽ എല്ലാവരും ഒരു എനർജിയാ. ഈ ഒരു റീഡിംഗ് എനർജിയാണ്, ഞാൻ എനർജിയാണ്, നിങ്ങൾ എനർജിയാണ്. അപ്പം എല്ലാം ഒരു എനർജിയുടെ യൂണിവേഴ്സ് എനർജിയാണ്. ഈ ഒരു എനർജിയുടെ ബേസിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം, നമ്മൾ നമ്മുടെ എനർജി ലെവലിൽ വർക്ക് ചെയ്യണം, സോൾ ലെവലിൽ വർക്ക് ചെയ്യണം. അപ്പോഴായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് നിങ്ങളുടെ ഫേവറിലേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വരുന്നുണ്ടാവുക. വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫോർട്ട് എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വശീകരണ മന്ത്രങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു അല്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യമോ നിങ്ങളുടെ ആ ഒരു ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം ആത്മാർത്ഥമാണ്, അതിൽ ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് അത് റിട്ടേൺ വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് എന്ത് കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് ക്ഷമ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. പറയുമ്പോൾ എളുപ്പമാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതിന് എന്തും ഒരു പ്രത്യേക വൈബാണ്. അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തു എന്നുള്ള ഒരു എനർജി. ഓക്കെ, നമുക്ക് കിട്ടും. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടാത്തായിട്ടൊന്നുമില്ല. കാരണം യൂണിവേഴ്സ് എപ്പോഴും സ്റ്റബോൺ ഹേർട്ടിനെയാണ് നോക്കുന്നുള്ളത്. സ്റ്റബോൺ ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ ഒരു എനർജീസ് ഉണ്ടല്ലോ, എനിക്കത് വേണം, അത് നിനക്ക് കൊള്ളില്ല എന്ന് പറയുന്നിടത്തും എനിക്കത് വേണം എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിൽക്കുമ്പോൾ, ആ ഒരു സ്റ്റബോൺ ആയിട്ടുള്ള ഒരു എനർജി നിൽക്കുമ്പോൾ യൂണിവേഴ്സിന് നല്ലതാണെങ്കിൽ, അത് ചീത്തയാണെന്നുണ്ടെങ്കിൽ അതിനെ നല്ലതാക്കി തരിക എന്നുള്ള ഉത്തരവാദിത്വം യൂണിവേഴ്സിന്റെ ആണ്. ഇവിടെ നല്ല മഴയുണ്ട്, അതിന്റെയാണ് ഈ ലൈറ്റിന്റെ ഇഷ്യൂസ് കേട്ടോ. അത് നല്ലതല്ലെങ്കിലും അതിനെ നല്ലതാക്കി തരിക എന്നുള്ളത് യൂണിവേഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പം ആ ഒരു ഉത്തരവാദിത്തമാണ് ഇവിടെ യൂണിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ നല്ല രീതിക്ക് സ്പിരിച്വൽ ആവുന്നുണ്ട്, യൂണിവേഴ്സുമായിട്ട് നല്ല രീതിക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ മാത്രം ബിലീവ് ചെയ്ത് യൂണിവേഴ്സിൽ കണക്റ്റഡ് ആവുമ്പോൾ കിട്ടുന്ന ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു റീഡിങ്ങിൽ കേട്ടോ. ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. 3 ഓഫ് കപ്സിന്റെ കാർഡാണ്. 3 സെലിബ്രേഷനെയാണ് കാണിക്കുന്നുള്ളത്. 3 ഓഫ് സെലിബ്രേഷന്റെ കാർഡ് സെലിബ്രേഷൻ തന്നെ. ഈ റീയൂണിയൻ, ഇവിടെ ഒരു റീയൂണിയൻ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടായിരിക്കും കുറച്ച് പേര് ഡീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഇവരുമായിട്ട് ഒരുമിച്ച് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി. 6 ഓഫ് കപ്സിന്റെ കാർഡും സെലിബ്രേഷന്റെ കാർഡും എനിക്ക് റീയൂണിയൻ വിത്ത് ഓൾഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റീയൂണിയൻ വിത്ത് സമൺ ഫ്രം പാസ്റ്റ്. നിങ്ങളുടെ എക്സിന്റെ എനർജീസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിച്ചിട്ടുള്ള അവരുടെ എനർജീസ് ആവാം. ഒരു ഓൾഡ് ലവ് അല്ലെങ്കിൽ ഒരു എക്സ്, ആ ഒരു എനർജീസ് ആണ്. നിങ്ങളുടെ എക്സിന് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിലും സെയിം എനർജിയാണ്. നിങ്ങൾ അവരുമായിട്ട് 6 മന്ത് ആയിട്ട് സെപ്പറേഷനിലായി. ഇവിടെ 6 നമ്പർ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. 6 നമ്പർ എന്താണ് പറയുന്നുള്ളത്? 6 ഏഞ്ചൽ നമ്പേഴ്സ് കൂടുതലായിട്ടും സ്പിരിച്വാലിറ്റിയാണ് കാണിക്കുന്നുള്ളത്. അല്ലെങ്കിൽ അതൊരു സ്പിരിച്വൽ ലെവലിനെ നമുക്ക് കാണിക്കാം. അങ്ങനെ ആ ഒരു എനർജിയിലേക്ക് പറയാം നമുക്ക്. 555 ഇവിടെ വന്നിട്ടുണ്ട്. 555 ആണെങ്കിലും ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നുള്ളത്. ഇവിടെ മേജർ അർഗാനയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഹീലിംഗ് എനർജീസിൽ. അപ്പം ഈ ഒരു ഹീലിംഗ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കോൺഷ്യസ്നെസ് എനർജീസ് ഹീലിംഗ് മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഹീലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഹീലിംഗ് ഇല്ലാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ ആർക്കെങ്കിലും എന്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.